ഹലോ ഗൈസ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ലോലിപ്പോപ്പാണ്. എഗ്ഗ് ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞാൽ മുട്ട കൊണ്ടുള്ളൊരു 4 മണി കാപ്പിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. പിള്ളേരൊക്കെ മുട്ട കഴിക്കാത്തവരൊക്കെ നമ്മൾ പൊരിച്ചൊക്കെ കൊടുത്താൽ കഴിക്കില്ലാത്ത പിള്ളേരാണെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിച്ചോളും. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വേറൊരു പലഹാരം ഉണ്ടല്ലോ, കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും. കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഷേപ്പില്ലെങ്കിലും ഉരുണ്ടായിരിക്കുന്നെങ്കിലും അതിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും ഈ എഗ്ഗ് ലോലിപ്പോപ്പ്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ ഇട്ട് തണുപ്പിച്ച് പൊളിച്ചെടുക്കണം. ചില പിള്ളേരൊന്നും മുട്ട പുഴുങ്ങി കൊടുത്താലും നമ്മൾ പൊരിച്ച് കൊടുത്താലും കഴിക്കുകയില്ലാത്ത പിള്ളേരുണ്ട്. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഇത് നന്നായിട്ട് അവർ കഴിച്ചോളും. പൊളിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന ഇതിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം അതിന് വേണ്ടത് സബോള, പച്ചമുളക്, ഇഞ്ചി, മൈദ, പിന്നെ മുട്ട അരിഞ്ഞെടുത്തത്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുക്കണം. അതിന് ശേഷം നമ്മളൊരു ബൗളിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കണം, പച്ചമുളക് ഇട്ട് കൊടുക്കണം, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു 3-4 സ്പൂണ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ശകലം കളറിന് വേണ്ടി ഒരു ശകലം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അതെല്ലായിടത്തും എല്ലാം കൂടെ മിക്സ് ആകുന്നോടം വരെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം. ഒത്തിരി വലിയ ഉരുളകളാക്കണ്ട, ചെറുതാക്കി എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം വേറൊരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് ശകലം ഉപ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം ആ മുട്ടയ്ക്കകത്ത് മുക്കി നമ്മളിവിടെ എടുത്തേക്കുന്ന റസ്ക് പൊടിയാണ്. റസ്ക് പൊടിക്കകത്തിട്ട് അത് ഉരുട്ടിയെടുക്കണം നന്നായിട്ട്. എന്നിട്ട് എണ്ണ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണയ്ക്കകത്തേക്ക് ഇതിട്ട് കൊടുക്കുവാണ്. എല്ലാം നമ്മൾ ഒരു മുട്ട വെള്ളത്തിനകത്തിട്ട് മുക്കിയെടുത്ത് റസ്ക് പൊടിക്കകത്ത് മുക്കിയതിന് ശേഷം എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാവുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 എണ്ണം വെച്ച് ഇട്ട് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. നമ്മൾ തീ കുറച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നോടം വരെ മറിച്ചിട്ട് കൊടുത്ത് വെന്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് കോരിയെടുക്കാം. ബ്രൗൺ കളറ് അതിന് ഉള്ളു വേകും നന്നായിട്ട്. ഉള്ളു വെന്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. 4 മണി കാപ്പിക്ക് ഈ ഒരു പലഹാരം എല്ലാ പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വൈകുന്നേരത്തെ കട്ടൻ കാപ്പിയും
എഗ്ഗ് ലോലിപോപ്പും സൂപ്പറായിരിക്കും. ഇവിടെ എൻ്റെ ഇളയ കൊച്ചാണ് കഴിച്ചു നോക്കുന്നത്. അവൾ മുട്ട പുഴുങ്ങിയാൽ കഴിക്കുകയില്ല, മുട്ട പൊരിച്ചാൽ കഴിക്കും. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവയൊക്കെ നല്ലതുണ്ടോ, മഞ്ഞ കളറിൽ നല്ല